ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി നൽകി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. മലപ്പുറം കോട്ടയ്ക്കലിലാണ് സംഭവം. വേങ്ങര ചേറൂർ സ്വദേശി ആലുങ്ങൽ അബ്ദുൽ ഗഫൂറാണ് പിടിയിലായത്. 2020 +1 വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം 2025 മാർച്ച് വരെ തുടർന്നു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പെൺകുട്ടി ഇയാളെ പരിചയപ്പെടുന്നത്. ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്ന് മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. ജംഷീർ കൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, വർഷങ്ങളോളം ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി പീഡിപ്പിച്ചയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എങ്ങനെയാണ് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണോ ഇയാൾ അറസ്റ്റിലാകുന്നത്? എന്തൊക്കെയാണ് സംഭവിച്ചത്? ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ചയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മലപ്പുറം കോട്ടയ്ക്കലിലാണ് ഈ സംഭവം നടന്നത്. വേങ്ങര ചേറൂർ സ്വദേശി ആലുങ്ങൽ അബ്ദുൽ ഗഫൂർ ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 2020 +1 വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നീട് 2025 മാർച്ച് വരെ ഈ പീഡനം തുടർന്നിരിക്കുന്നു. ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ജംഷീർ, വർഷങ്ങളോളം നീണ്ട പീഡനം, പിന്നീട് പെൺകുട്ടി ലഹരിയിൽ നിന്ന് മോചിതയായപ്പോൾ പരാതി നൽകുകയായിരുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും ജിൽസി, വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു 5 വർഷത്തോളം 2020 മുതൽ 2025 മാർച്ച് വരെ ഒരു പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുക, അതും മയക്കുമരുന്ന്, സിന്തറ്റിക് മയക്കുമരുന്ന് നൽകിക്കൊണ്ട്, ഭക്ഷണത്തിൽ ആ പെൺകുട്ടി പോലും അറിയാതെ നൽകിക്കൊണ്ടാണ് പീഡനം നടന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പെൺകുട്ടി പോലും അറിഞ്ഞിരുന്നില്ല താൻ ഒരു ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള കാര്യം. ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ ഈ അടുത്ത കാലത്തായി കൂടുതലായിട്ടുള്ള ചില മാറ്റങ്ങൾ കണ്ടതിനെ തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബം ആദ്യം ഒരു ആശുപത്രി സമീപിക്കുകയായിരുന്നു. ഈ ആശുപത്രി സമീപിച്ചതിൽ നിന്നാണ് ഈ പെൺകുട്ടി ഈ ലഹരിയുടെ ഉപയോഗം പെൺകുട്ടിയിൽ വന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. പിന്നീട് ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കൂടുതൽ ചികിത്സ നൽകുകയും മറ്റു കാര്യങ്ങളൊക്കെ നൽകിയതോടുകൂടിയാണ് പെൺകുട്ടി പോലും ഇക്കാര്യം തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേങ്ങര ചേറൂർ സ്വദേശി ആലിങ്ങൽ അബ്ദുൽ ഗഫൂറിനെയാണ് കോട്ടയ്ക്കൽ പോലീസ് പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രായപൂർത്തിയാകാത്ത പ്രായം മുതൽ ഈ പെൺകുട്ടി +1 പഠിക്കുന്ന ആ കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ പെൺകുട്ടിയെ ഈ യുവാവ് പരിചയപ്പെട്ടത്. തുടർന്ന് പ്രണയം നടിച്ചുകൊണ്ടായിരുന്നു ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചിത്രങ്ങൾ, ലൈംഗികമായി പീഡിപ്പിക്കുന്നതിൻ്റെ ചിത്രങ്ങളടക്കം ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ഇത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായും പോലീസ് പറയുന്നുണ്ട്. മാത്രമല്ല, ഇയാൾ നേരത്തെയും സമാനമായ രീതിയിൽ ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും. അക്കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്.